കോഴിക്കോട് പശുക്കടവ് കോങ്ങോട് മലയിലാണ് ഇന്നലെ ബോബി എന്നൊരു സ്ത്രീയെയും അതുപോലെ തന്നെ അവരുടെ പശുവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോങ്ങോട് മലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ചത്ത പശുവിൻ്റെ ജഡം. കോങ്ങോട് മലയിൽ ബോബിയുടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും 15 മീറ്റർ ദൂരം മാറി ഒരു ഇലക്ട്രിക് പോസ്റ്റുണ്ട്. വൈദ്യുതി ലൈനിൽ നിന്നും നേരെ കമ്പി കെട്ടിയിറക്കി വന്യമൃഗങ്ങൾക്ക് കെണിവെച്ചതാണോ എന്ന സംശയമാണ് നാട്ടുകാരിൽ പലരും പറയുന്നത്. സ്ഥലത്ത് വന്യമൃഗശല്യവും രൂക്ഷമാണ്. വൈദ്യുതിക്കണി ഒരുക്കിയതാകാമെന്ന് സംശയിക്കാവുന്ന തരത്തിൽ ചിലതെല്ലാം പ്രദേശത്ത് നിന്ന് കണ്ടെത്തി. സ്ഥലമുടമ ആലക്കൽ ജോസിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. പക്ഷേ ഈ ബോബിയെ സംബന്ധിച്ച് ഒരു വളരെ പാവപ്പെട്ട കുടുംബമാണ്, ഒരു ക്ഷീര കർഷകയാണ്. അതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ നിലക്ക് അവർക്കുണ്ടായിട്ടുള്ള ഈ ദാരുണമായിട്ടുള്ള അന്ത്യം, ഡെത്ത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് നാടിനെ സംബന്ധിച്ച്. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണവും ഇതിൻ്റെ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ബോബിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇലക്ട്രിക് ഷോക്കേറ്റാണ് മരിച്ചതെന്നാണ് റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം. പശു ചത്തുകിടന്നിരുന്ന സ്ഥലത്തു നിന്നും 2 മീറ്റർ മാറിയാണ് ബോബിയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ ആദ്യം പശുവിന് വൈദ്യുതാഘാതമേറ്റിരിക്കാം. പശുവിനെ തൊട്ടപ്പോൾ വൈദ്യുതാഘാതമേറ്റ് ബോബി തെറിച്ചു വീണതുമാവാം. കോഴിക്കോട് നിന്നുള്ള വെറ്റിനറി ഡോക്ടർമാരെത്തി പശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. വന്യമൃഗങ്ങളെ ലക്ഷ്യം വെച്ച് കെണി വെച്ചിട്ടുണ്ടോ എന്ന് വനം വകുപ്പും പരിശോധിക്കുന്നുണ്ട്. സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന പൂർത്തിയാക്കുന്നതോടെ സംഭവത്തിൽ പൂർണ്ണമായ വ്യക്തത വരും. ബോബി സ്ഥിരമായി പശുവിനെ മേയ്ക്കാൻ കൊണ്ടുപോകുന്ന സ്ഥലവുമാണിത്. 2 മണിക്ക് മൂത്ത കുട്ടി ബാംഗ്ലൂർ പഠിക്കുന്ന 2 മണിയായപ്പം മൂത്ത കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കോഴി ഉണ്ടായിരുന്നു, ആ കോഴി ഇവിടെ ചത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് വിവരങ്ങൾ ഞങ്ങൾ അറിയുന്നത്. ബോബിയുടെ മൃതദേഹം പശുക്കടവിലെ പള്ളി ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.